ചേച്ചി, എന്റെ ഭർത്താവ് എന്നെ തല്ലിയത് ചേച്ചി കണ്ടില്ലേ? ചേച്ചി ചെന്ന് പ്രതികാരം ചോദിക്കണം കേട്ടോ. മോളെ, നിനക്കിപ്പോ സുഖം തോന്നുന്നുണ്ടോ? വല്ലാത്ത വേദനയാ മുത്തശ്ശി. എന്നെ എന്തിനാ തല്ലിയത്? എന്നെ എന്തിനാ കൊല്ലാൻ നോക്കിയത്? എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ. അവള് ചോദിക്കുന്നതിനും മറുപടി പറഞ്ഞു കൊടുക്ക്. പ്രിയങ്ക, നീ നിന്റെ സ്ഥാനം പറഞ്ഞ് പ്രവർത്തിച്ചതുകൊണ്ടാ പ്രശ്നമായത്. എന്ത് സ്ഥാനം മറന്നു? ഈ ആശുപത്രി കിടക്കയിലിട്ട് വിചാരണ ചെയ്യാൻ പോവാണോ എല്ലാരും കൂടി? അതെ, പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എല്ലാരും പുറത്തു പോയേ. ചെല് ചെല്. സിസ്റ്ററെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? വേഗം വേണം. എടീ, ഞാൻ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒപ്പിച്ചു വരുമായിരുന്നു. അതിനിടയിലാണ് നീ കണ്ണും തുറന്നത്. ഞാൻ പറയായിരുന്നു, രാധികയെ കണിമംഗലത്ത് നിന്ന് പറഞ്ഞയക്കുന്നതല്ലാതെ ഇതിന് വേറെ പരിഹാരം ഇല്ലാന്ന്. ഇനിയിപ്പൊ കണ്ണു തുറന്ന നിലയ്ക്കും. അതിനെന്താ മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ബോധം പോയ പോലെ കിടക്കാം. മുത്തശ്ശി പറയുമ്പോ എഴുന്നേക്കാം. ഓക്കെ? ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് യുദ്ധം തന്നെയാണ്. യുദ്ധം.